നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ഞാനിവിടെ കാഷ്യൂ, ആൽമണ്ട്, ഹേസൽനട്ട്, പീക്കൻ നട്ട്സ്, പിന്നെ ക്രാൻബെറി ഒക്കെയാണ് എടുത്തത്. പിന്നെ നമ്മളുടെ ആ വെള്ളം മുന്തിരി ഉണ്ടല്ലോ, അതും എടുത്തിട്ടുണ്ട്. വാൾനട്ട് എടുത്തായിരുന്നു കേട്ടോ. ഇത് നമുക്ക് ഇത്രയൊന്നും ആവശ്യമില്ലെങ്കിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നട്ട്സ് എടുത്താൽ മതി. നമുക്ക് ചെറീസ് ആഡ് ചെയ്യാം, ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ എനിക്ക് കിട്ടിയതും ഞങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ഐറ്റംസാണ് ആഡ് ചെയ്തത്. ഇത് നമ്മളിനി ആൽക്കഹോളിക് വേർഷനാണ് ചെയ്യണതെങ്കിൽ നമുക്ക് ഈ നട്ട്സ് എല്ലാം റം ഉപയോഗിച്ച് വേണം സോക്ക് ചെയ്യാനായിട്ട്. ഇങ്ങനെ ചെയ്യണമെങ്കിൽ 1 മാസം മുന്നേക്ക് നമ്മൾ ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഒരു 5 ദിവസം മുന്നേ. ഞാനപ്പോൾ ന്യൂ ഇയറിന് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ഇപ്പോൾ സോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 5-6 ദിവസമൊക്കെ സോക്ക് ചെയ്തിരുന്നോളൂല്ലോ. ഇനി നമ്മളിന്നിവിടെ നോൺ ആൽക്കഹോളിക് വേർഷന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഓറഞ്ച് ജ്യൂസിലാണ് സോക്ക് ചെയ്യണത്. ഞാനിവിടെ ഏകദേശം ഒരു 6 കുഞ്ഞി ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ഇടണം. എൻ്റെ കുരുല്ലാത്ത ഓറഞ്ചായിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഇട്ട് അടിച്ചിട്ടോ. വെള്ളം പഞ്ചസാര ഒന്നും ആഡ് ചെയ്യേണ്ട, ജസ്റ്റ് ഓറഞ്ച് ജ്യൂസ്. അതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് നട്ട്സ് ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് മൂടിയിട്ട് മാറ്റി വെക്കാം. ഇത് 1 മണിക്കൂർ മിനിമം വെക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 4 മണിക്കൂറിൽ കൂടുതൽ വെച്ചിട്ടോ. ഞാൻ കാലത്തെ സോക്ക് ചെയ്തു, എന്നിട്ട് കേക്ക് ഒരു ഉച്ച കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പം അത്രയും നേരം സോക്ക് ചെയ്തിരുന്നു. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര, വൈറ്റ് ഷുഗർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആവണ വരെ നമ്മളിങ്ങനെ വെള്ളം ഒന്നും ആഡ് ചെയ്യണ്ട. ഇതിങ്ങനെ മെൽറ്റ് ആവുമ്പോൾ കണ്ടോ, ഇങ്ങനെ അത് ടെക്സ്ചർ ഇങ്ങനെ മാറി വരും. പിന്നെ അതിങ്ങനെ ത്രൂ ഔട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, കൈവിടാണ്ട് ഇളക്കണം, അല്ലെങ്കിൽ അടിയിലൊക്കെ പിടിക്കും. അപ്പോൾ അത് ബുദ്ധിമുട്ടാവും നമുക്ക്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട്, ഒരു ലൈറ്റ് ബ്രൗൺ കളർ. ഇനി പെട്ടെന്ന് കളർ മാറും. നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ കണ്ടോ, ഒരു ശർക്കരപ്പാനിയുടെയൊക്കെ കളർ വന്നപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചെടുക്കാം. വെള്ളം ഒഴിച്ച് എൻ്റെ കിച്ചണിൽ അധികം ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കണ്ടോ, വെള്ളമൊക്കെ ഒഴിച്ചപ്പോൾ ഇങ്ങനത്തെ ഒരു ലൂസ് കൺസിസ്റ്റൻസിലാണ് ഇരിക്കണം. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഷുഗർ സിറപ്പ് നമ്മൾ ഈ പാത്രത്തിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ, കാരണം പാത്രം നല്ല ചൂടായിട്ടല്ലേ ഇരിക്കണത്. അപ്പോൾ അത് വീണ്ടും എൻ്റെ കൺസിസ്റ്റൻസി മാറും. അതപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. കേക്ക് ബാറ്റർ പ്രിപ്പയർ ചെയ്യാം. ഇതിനായിട്ട് 1 കപ്പ് പാല് ഞാൻ എടുത്തിട്ടുണ്ട്. പാല് റൂം ടെമ്പറേച്ചറിലായിരിക്കണം, അത് ഓർക്കുക. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ സിനമൺ പൗഡർ. 1 ടീസ്പൂൺ ഇല്ലെങ്കിലും 1/2 ടീസ്പൂൺ ആയാലും ആഡ് ചെയ്താൽ മതി. നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ സിനമൺ പൊടിച്ചുണ്ടാക്കുകയാണെങ്കിൽ 1/4 തുടങ്ങി 1/2 ഇട്ടാൽ മതി, നല്ല സ്ട്രോങ് ആയിരിക്കും. പിന്നെ ഇനി നമുക്ക് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ ഞാനിവിടെ ഒരു അരിപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ആഡ് ചെയ്യുക. 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യുക. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാട്ടോ, പൗഡർ ഷുഗറാണ് യൂസ് ചെയ്യണത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. സീവ് ചെയ്ത് ആഡ് ചെയ്യാം, എന്നുവെച്ചാൽ യൂണിഫോം മിക്സിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കണ്ടോ, നമ്മളിങ്ങനെ സീവ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുക. ഇത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഭയങ്കര ഫോഴ്സ് ഉപയോഗിച്ച് ആദ്യം മിക്സ് ചെയ്യേണ്ട, പതുക്കെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പതുക്കെ അതെല്ലാം യോജിച്ച് വന്നോളും, അല്ലെങ്കിൽ കട്ടയൊക്കെ പിടിക്കാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ കണ്ടോ, ഇങ്ങനത്തെ ഒരു ടെക്സ്ചറാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച നമ്മളുടെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇനി കണ്ടോ, ഇനി ഞാനൊരു സ്പാച്ചിൽ ഉപയോഗിച്ച് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്യുന്നുണ്ട്. പതുക്കെ തന്നെ മിക്സ് ചെയ്തത്, അധികം ഫോഴ്സ് ഒന്നും നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ബാറ്ററി ഇരിക്കുകയാണ്. ഇതിലേക്ക് ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ച് നമ്മുടെ നട്ട്സ് ആ ഓറഞ്ച് ജ്യൂസോടുകൂടി തന്നെ ആഡ് ചെയ്യാം. ഇനി ഇതും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. നമ്മളിങ്ങനെ ഓറഞ്ച് ജ്യൂസ് കാണുമ്പോൾ വിചാരിക്കും ഭയങ്കരമായിട്ട് ഓറഞ്ച് ഫ്ലേവറൊക്കെ വരില്ലേ എന്ന് ചിലപ്പോൾ സംശയം തോന്നാം. അങ്ങനെയൊന്നും വന്നില്ല കേട്ടോ, കറക്റ്റായിരുന്നു ഇതൊക്കെ. പിന്നെ എൻ്റെ നല്ല മധുരമുള്ള ഓറഞ്ചായിരുന്നു, കയ്പോ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായില്ല. കുരു ഉള്ള ഓറഞ്ചാണെങ്കിൽ കുരു മാറ്റിയിട്ട് തന്നെ അടിക്കുക. ഞാൻ കുരുല്ലാത്ത ഓറഞ്ചാണ് എടുത്തത്. ഇപ്പം എല്ലാം നല്ല യോജിച്ച് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു ചൂട് ഒക്കെ നിൽക്കുന്ന ഒരു പാത്രമാണ് എടുത്തത്. എൻ്റെ കയ്യിൽ കേക്ക് മോൾഡ് ഞാനിപ്പോൾ എടുത്തില്ല. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ബട്ടർ ചെയ്ത് കൊടുത്തിട്ട് ഫ്ലോർ ഇട്ടൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മളത് റെഡിയാക്കി വെച്ചു. ഇനി നമ്മളുടെ കേക്ക് ബാറ്ററിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനം ആഡ് ചെയ്യണം. ഒരു 2 ടീസ്പൂൺ വിനീഗർ, വൈറ്റ് വിനീഗർ ആഡ് ചെയ്തിട്ട് പെട്ടെന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. വിനീഗർ ആഡ് ചെയ്തിട്ട് വെച്ചുകൊണ്ടിരിക്കരുത്.
ഇതുപോലെ പെട്ടെന്ന് ഇളക്കിയിട്ട് നേരെ നമ്മുടെ മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ബാക്കി വന്ന ബാറ്റർ ഞാൻ കപ്പ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചു. അത് ഓരോരുത്തരുടെ പാത്രത്തിനനുസരിച്ചാട്ടോ. ഇപ്പം നിങ്ങളുടെ കേക്ക് ടിന്ന് ഇതെല്ലാം കൊണ്ടുപോയെങ്കിൽ അങ്ങനെ നിറയ്ക്കാം. ഇനി നമുക്ക് എയർ ബബിൾസ് ഒക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് റിമൂവ് ചെയ്ത് കൊടുക്കണം. അതിനിങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി, ശരിയായിക്കോളും. ഇനി ഞാൻ നേരത്തെ അടുപ്പത്ത് ഒരു 10 മിനിറ്റ് മുന്നേ ഒരു പാത്രം ഇങ്ങനെ ചൂടാക്കാൻ വെച്ചിരുന്നു, ഒരു മീഡിയം ഫ്ലെയിമിൽ. ഇപ്പോൾ കണ്ടോ, തുറക്കുമ്പോൾ തന്നെയാണ് ആവിയൊക്കെ ഇങ്ങനെ പറക്കണത്. ചൂടായിട്ടുണ്ട്, നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കേക്ക് ടിൻ ഇറക്കി കൊടുക്കാം. ഇതൊക്കെ ഇറക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക, കൈയൊക്കെ ഒന്ന് പൊള്ളാണ്ട് ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇനി ബാക്കി വന്ന ബാറ്റർ ഞാൻ ഇതുപോലെ കപ്പ് കേക്കിൻ്റെ മോൾഡ് ബട്ടർ ചെയ്ത് ഗ്രീസ് ചെയ്തിട്ട് ഡസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ കപ്പ് കേക്ക് ഉണ്ടാക്കാനായിട്ട് മോൾഡ് ഇല്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഇതുപോലെ ചൂട് നിൽക്കണ ഏതെങ്കിലും ഒരു പാത്രത്തിൽ അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കാം. ഞാൻ കപ്പ് കേക്ക് ഓവനിൽ വെച്ചാണ് ഉണ്ടാക്കിയത്. 170 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ കുക്ക് ആവണവരെ അത്രയും നേരം കുക്ക് ചെയ്തെടുത്തു. ഇനി നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കേക്ക് ഓവനിൽ നിന്ന് പുറത്തെടുത്തതിന് ശേഷം ഒരു തുണി കൊണ്ട് മൂടി വെക്കാം. അപ്പോൾ എൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷമുണ്ട് ഞാനിത് കാണിച്ചു തന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് സൈഡിൽ നിന്നൊക്കെ വിട്ടിരിക്കുന്നുണ്ട് കേട്ടോ, നല്ല ടെക്സ്ചർ ഉണ്ട്. ഇനി ഞാൻ നേരത്തെ കുക്ക് ചെയ്തെടുത്ത കപ്പ് കേക്കും കൂടി കാണിച്ചു തരാം. ഇത് ആക്ച്വലി ഞങ്ങൾ ഫ്രണ്ട്സിന് വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. ടേസ്റ്റ് ഉണ്ടായിരുന്നു, അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ എന്തായാലും. അപ്പോൾ നമുക്കിനി നമ്മുടെ കേക്ക് മുറിച്ച് വയ്ക്കാമല്ലോ. ചൂടാറിയതിന് ശേഷം കേക്ക് മുറിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. മുറിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് കിട്ടണ നല്ല പ്ലം കേക്കിൻ്റെ ഇതുപോലെ തന്നെ ഉണ്ട്, നല്ല നട്ട്സൊക്കെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കും. അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. സന്തോഷമായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ.